റോസാപ്പൂവും പഴച്ചാറും പിന്നെ ചില്ലറ കിടുപിടികളും ഒക്കെ ചേർത്ത് പതഞ്ജലി ഒരു സർബത്തങ്ങ് അവതരിപ്പിച്ചതാണ്. ഏതാണ്ട് ഇതേ കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് നിലവിൽ വടക്കേ ഇന്ത്യയിൽ വലിയ വിറ്റുവരവുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഉടമകൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതും. ഉടനെ രാംദേവ് ഒരു കാച്ചങ്ങ് കാച്ചുകയാണ്. അവർ നടത്തുന്നത് സർബത്ത് ജിഹാദാണ്, ടോയ്ലറ്റ് ക്ലീനറാണ്, കുപ്പിയിലടച്ച് കുടിക്കാൻ ഇതൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ഈ പതഞ്ജലി സർബത്ത് മാത്രം കുടിക്കണമെന്ന് പറയുന്നു. നോക്കി, ഇതൊരു ആക്ഷേപഹാസ്യ നാടകത്തിലെ രംഗമൊന്നുമല്ല. ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗതികേട് കൂടിയാണ്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, കള്ളവോട്ട് ജിഹാദ്, അങ്ങനെ ജിഹാദ് എന്നൊരു പദം കൂട്ടിച്ചേർത്താൽ ഈ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യരെ ഏതളവ് വരെയും അപമാനിക്കാം എന്നുള്ളതാണ് അവസ്ഥ. പഴച്ചാറും പഞ്ചസാര ലായനിയും വിൽക്കാൻ വരെ ഞെട്ടിപ്പിക്കുന്ന വിദ്വേഷ വർത്തമാനം തുപ്പാം. നിരാശാജനകമെന്നല്ല, നാടിനെ നശിപ്പിക്കുന്ന കാളകൂടമെന്ന് RDX രാംദേവിൻ്റെ ഈ വാക്കുകളെ വിശേഷിപ്പിക്കുന്നു. കോടതി ഇടപെടലിനെ RDX ആശ്വാസത്തോടെ നോക്കിക്കാണുന്നു. നാട് ഭരിക്കുന്നവർ ഈ തരം വിഷനാവുകൾക്ക് പൂട്ടിടണം എന്നും RDX ആശിക്കുന്നു.